ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളിന്ന് കാണുന്ന അല്ലു നേച്ചർ വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗ് കൊളുക്കുമലയിൽ നിന്നാണ് കേട്ടോ. കൊളുക്കുമലയിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ മൊത്തം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ വന്ന ഉടനെ എനിക്കൊരു ഷെയർ ജീപ്പ് കിട്ടി കേട്ടോ. വേറെ 2 പേരുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ബാക്കി കാശും കൊണ്ട് ഷെയർ ചെയ്ത് ഞാൻ ഈ ജീപ്പിൽ പോവാം കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാവേ. അപ്പോൾ നമ്മുടെ ജീപ്പിൽ മുന്നോട്ട് പോകും. നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ. എന്നെ കൂടാതെ 3 പേരാണ്. എത്ര പേരോ? 2 പേരാണ്. 2 പേരാണ് പുറകിലുള്ളത്. അവരെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. എനിക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ജീപ്പ് കിട്ടിയായിരുന്നു. അത് ഏതായാലും ഭാഗ്യമായി. കാരണം ഇന്ന് വീക്കെൻഡൊന്നും ഇല്ലാത്ത കാരണമേ ടൂറിസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വന്ന ഉടനെ എനിക്ക് ജീപ്പ് കിട്ടി. അപ്പോൾ ആ ജീപ്പിൽ നമ്മളങ്ങോട്ട് കൊടുക്കുന്നത് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിരിക്കുക കേട്ടോ. ഇതാണ് നമ്മളെ ചേട്ടൻ. എന്താ ചേട്ടൻ്റെ പേര്? കാർത്തിക്. അപ്പോൾ ബാക്കി ഇരിക്കുന്നവരെ ഞാൻ കാണിക്കാം കേട്ടോ. പക്കത്തിലെ 3 കിലോമീറ്റർ അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ പോകെ കട്ട് ഓഫ് റോഡ് ആയിരിക്കും. 7 കിലോമീറ്റർ ഓഫ് റോഡ് അല്ലേ? 7 കിലോമീറ്റർ കിഡിലൻ ഓഫ് റോഡാണ് കേട്ടോ. ഓഫ് റോഡ് എന്ന് വെച്ചാൽ ക്യാമറ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇതിനു മുമ്പേ വന്നപ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു. ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാർത്തിക് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ വന്ന ഒന്നും നോക്കേണ്ട പൊളി വൈവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൊളുക്കുമല ജീപ്പ് സഫാരിയുടെ റേറ്റിനെ കുറിച്ച് പറയാം. 2500 രൂപയാണ് ഒരു ജീപ്പിന് നമ്മൾ DTPCയുടെ ഓഫീസിൽ അടക്കേണ്ടത് കേട്ടോ. 6 പേഴ്സൺ വരെ മാക്സിമം അലൗഡാണ്. ഞാൻ പോയ ജീപ്പിലുണ്ടായിരുന്നത് എന്നെ കൂടാതെ മറ്റ് 2 പേരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഷെയർ തുക അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വിസമ്മതിച്ചു, സ്നേഹത്തോടെ വിസമ്മതിച്ചു. ഡോക്ടർ അർച്ചന, ഡോക്ടർ അക്ഷയ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്ത വളരെ നിസ്സാര കാര്യമായിരിക്കാം നിങ്ങൾക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു സമ്മാനമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചരിത്രത്തിലെ ആദ്യത്തെ സ്പോൺസർഷിപ്പുമാകാം. എൻ്റെ യൂട്യൂബ് നിൽക്കുകയോ തുടർന്നു പോവുകയോ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഈ സമ്മാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സോ മച്ച്. എവിടെ വീട്? തൃശ്ശൂരാണ്. ശരി. ഇന്നെത്തിയുള്ള ഇന്നലെ എത്തിയത്. ശരി. എന്ത് ചെയ്യുന്നു? ശരി. വലിയ ഇല്ലാണ്. അത് 2 ഡോക്ടർമാരാണ് കേട്ടോ നമ്മളോട് ഇരിക്കുന്നത്. വലിയ പുള്ളികളാ. ഏതായാലും നമ്മുടെ വീഡിയോയിലൂടെ അവരെ എനിക്ക് കിട്ടിയതിന് ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ മുതൽ ഓഫ് റോഡ് ആരംഭിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് റോഡ്? എന്നേ പറയാൻ പറ്റില്ല. കുറെ കരികല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രീതിയിൽ പിടിച്ചിരുന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു എക്സ്പീരിയൻസ് ആണ്. വേറെ ഒരു വൈബാണ് ഇതിനകത്ത്. വൈബ് എടുത്തേക്കും ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അത്ര എക്സ്പെർട്ട് ആയിട്ട് മാത്രമേ ഈ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത്രയുള്ള ഇറക്കമാ. ഒരു സ്മൂത്തും ഇല്ല. ശരീരമൊക്കെ നല്ല രീതിയിൽ ആടി വിളയും കേട്ടോ. സാധാരണ ഇതിലേ നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് ജീപ്പുകൾ കാണുന്നത്. ഇപ്പോൾ ഓഫ് സീസൺ ആയിട്ടുണ്ട്. അതുമല്ല വർക്കിംഗ് ഡേയ്സ് അല്ലേ. വർക്കിംഗ് ഡേയ്സിലൊന്നും അത്രയും വണ്ടികളൊന്നും വരില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഒരു സ്പീഡിലെങ്കിലും പോകാൻ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് വണ്ടിയൊക്കെ ഉള്ളത് കാരണമേ അത്ര ഈസി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിൽ ഈ വണ്ടി നമുക്ക് നിർത്തി കൊടുത്തിട്ട് അവരെ കയറ്റി വിടണം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകണം. നോക്കിയേ എന്നാ ഒരു ഷേക്കിങ്ങാ നോക്കി. കണ്ടോ ഞാൻ പറഞ്ഞോ, ഒരു വണ്ടി വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് ഒതുക്കി കൊടുക്കണം കേട്ടോ.
ഇതിപ്പോ ആ വണ്ടി ഒതുക്കി തന്നു. അപ്പൊ നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും. ഈ സൺഡേയോ സാറ്റർഡേ അല്ലെങ്കിൽ ഹോളിഡേസ് ഒക്കെ വരുവാണെങ്കിൽ ഇതൊന്നും അല്ല. ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇതാണ് മക്കളെ ഓഫ് റോഡ്. നമ്മൾ പല ഓഫ് റോഡ് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു കാടിന് വരെ ഓഫ് റോഡ് ഇവിടെ മാത്രമുള്ളത്. ആക്ച്വലി ഇത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. കൊളുക്കുമല സംഭവം സത്യത്തില് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് നിൽക്കുന്നത്. പക്ഷേ കൊളുക്കുമലയിലേക്കുള്ള ആക്സസ് എൻട്രി എന്ന് പറയുന്നത് കേരളത്തിലൂടെ മാത്രമാണ് ഉള്ളത്. ആ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 100 വർഷം പഴക്കമുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വന്നിട്ടുള്ളതാണ്, എനിക്കറിയാം. കൊള്ളാല്ലേ? അടിപൊളിയല്ലേ? വയറ് നിറച്ചൊന്നും കഴിച്ചോണ്ട് വരരുത് കേട്ടോ നിങ്ങളെ. ലൈറ്റ് ഫുഡൊക്കെ കഴിച്ചോണ്ട് ഈ റൂട്ടിൽ വരാറുള്ളേ, ഈ ജീപ്പിൽ കയറാവുള്ളൂ. ഈ ജീപ്പല്ല, എല്ലാ ജീപ്പിലും. ഇവിടെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്. എന്താ പൊന്നെ, വേറെ എന്തുവാ? അലയൻസിലല്ലേ? ഓ ശരി. ഇപ്പൊ എല്ലാ ഹിന്ദിക്കാരെ ഉള്ളൂ. ഓ ഓ, അത് ശരി. വണ്ടി റേഷൻ റൈസ് ഒക്കെ മേടിക്കുന്ന പുറകിൽ പോകും. നമ്മൾ പോകുന്നത് തമിഴ്നാടാ. ഈ എസ്റ്റേറ്റ് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലേക്ക് വരും. അവിടെ റേഷൻ റൈസ് ഒക്കെ മേടിക്കണമെങ്കിൽ അവര് കുറങ്ങണി പോയി നടന്നു പോകും. ആ വഴി നടന്നു പോയി മേടിച്ചിട്ട് വരുമ്പോൾ ഈ വഴിക്ക് നിങ്ങൾ ജീപ്പിൽ ഇറക്കിയുള്ളൂ. ഫസ്റ്റ് വീടുണ്ട്. അതാ പറഞ്ഞത്, അത് ഫുള്ളാ തമിഴ്നാടാ. കൊളുക്കുമല എന്ന് പറഞ്ഞ അയ്യൻപട്ട ശിവകാശി പടക്കം തയ്യാറിക്കുന്ന സ്ഥലമുണ്ടല്ലോ, പുള്ളിയുടെയാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ ഉണ്ടല്ലോ, പുള്ളിയുടെ ചേച്ചി കനിമൊഴി MP ഉണ്ടല്ലോ, ഫസ്റ്റ് ഹസ്ബൻഡാ കനിമൊഴി. ഇപ്പൊ ഡൈവേഴ്സ് ആയി, ഇപ്പൊ ഇല്ല. ഇപ്പൊ അമേരിക്ക ആളെയാണ്. അന്ന് വരുമ്പോ പോയി ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് ഫസ്റ്റ് ട്രിപ്പ് അരി കൊണ്ടുപോകും. അരി കൊണ്ടുപോയി ഇറക്കി വിടും. തിരിച്ചു വന്നിട്ട് ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകും. അങ്ങനെ ചുമ്മാ ഒരു ആ പ്ലേസെ കാണാൻ വേണ്ടി ഞാൻ ചുമ്മാ പോയത്. അപ്പടിയിൽ കൊടുത്ത് അങ്ങനെ പോയി ഈ റോഡിലെ വണ്ടി പഠിച്ചു. 2 കൊല്ലം ലൈസൻസ് ഇല്ലാതെ പുള്ളിയുടെ ലൈസൻസ് വെച്ച് എൻ്റെ ഫോട്ടോ വെച്ചാൽ ഓടിച്ചത്. അതിന് ശേഷം 18 വയസ്സായ 2002 ലൈസൻസ് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ 5 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. മാക്സിമം 4 ട്രിപ്പ് എടുക്കും. ഇന്ന് ഒരു വണ്ടി 2 ട്രിപ്പേ ഉള്ളൂ. അത് ഞങ്ങൾ അസോസിയേഷനായിട്ട് തീരുമാനിച്ചു വെച്ചത്. ഞങ്ങൾക്ക് എല്ലാ യൂണിയൻ അസോസിയേഷൻ ഉറപ്പായിട്ടുണ്ട്. നമുക്ക് 120 വണ്ടി ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾക്ക് തിരുമ്പം തോട്ടം ഇങ്ങനെ സ്റ്റിക്കർ തരും, MED. ആ സ്റ്റിക്കറുള്ള വണ്ടി മാത്രം തന്നെ കടത്തി. അപ്പൊ കൂട്ടുകാർ, നമ്മുടെ കാർത്തികണ്ണന്റെ ബയോഗ്രഫിയും ഇവിടുത്തെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഞങ്ങൾ കേട്ടല്ലോ അല്ലെ? ഓരോരുത്തർക്ക് എന്തൊക്കെ അനുഭവങ്ങളാ പറയാനുള്ളത് അല്ലെ? 16-ാമത്തെ വയസ്സില് ഈ ഓഫ് റോഡിൽ വണ്ടി ഓടിച്ചിട്ടാണ് അത്ര കാർത്തികേട്ടൻ ഡ്രൈവിംഗ് ഓടിച്ചത്. നമുക്ക് എത്ര നല്ല റോഡ് കിടക്കുന്നു. നമ്മൾ 16-ാമത്തെ വയസ്സിൽ ഒരു ജീപ്പൊക്കെ ഓടിച്ച് പോവോ? മനസ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. ആൾക്കാർ മാത്രം വണ്ടിയാ, ഫോർ വീലല്ലേ? 2 വീലല്ലേ? 4 വീല് പോലും അല്ല, 4x4 അല്ല, സാധാ 2 വീലാണ്. ചേട്ടൻ ഓടിക്കണമെങ്കിൽ വേണം. പക്ഷെ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ?
നെയിം എന്നതാ കൊളുക്കുമല. ആ കൊളുക്കുമലയല്ല ഇതിന്റെ, കൊളുക്കുമലയുടെ അല്ല, കൊളുക്കുമലയുടെ എന്തിനാ ഒരു പേര് വെച്ച അറിയാവോ? നമ്മളിപ്പോ എന്നാ ചെയ്യണ ഇപ്പൊ വണ്ടി ഇത് കുളുക്കല്ലേ വയ്ക്കണ്ടേ? എന്തിനാ കൊളുക്കെന്ന് വെച്ചേ? ആക്ച്വലി കൊളുക്കെന്ന് പറഞ്ഞാൽ തമിഴ്നാടല്ല, കൊളുക്കെന്ന് പറഞ്ഞാൽ തമിഴിലെ തണുപ്പ്. ഓക്കെ. ആ മലൈ മീനിങ് മൗണ്ടൻ. മൗണ്ടൻ. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ ചൂടല്ലേ, ഇപ്പൊ നമ്മൾ മേൽ പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു. അതിനു വേണ്ടി ഈ നെയിം കൊളുക്കുമലയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് കൊളുക്കുമലെന്ന് വയ്ക്കാമല്ലോ, കുടുങ്ങിയല്ലോ പോയി മഞ്ഞുമാരി കഴിഞ്ഞാൽ മീസപ്പൊടി മല വരും. ഓക്കെ. ഏറ്റവും ലാസ്റ്റാ ഹൈവേ ഗ്യാപ്പ് റോഡാ. അങ്ങനെ നമ്മുടെ കാർത്തിക് ചേട്ടൻ വളരെ സേഫായിട്ട് നമ്മളത് ഇതിൻ്റെ എൻട്രിയിൽ വരെ എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കൊളുക്കുമലയിലേക്കുള്ള എൻട്രി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർത്തികണ്ണൻ. ഇതും കാർത്തികണ്ണൻ്റെ വണ്ടി തന്നെയാണ്. ചെറിയ പുള്ളിയൊന്നുമല്ല, ഇവിടുത്തെ CITൻ്റെ ഭയങ്കര നേതാവൊക്കെയാണ്. ഒരുപാട് കഥകളൊക്കെ നമ്മളോട് പറഞ്ഞു. ചില കഥകൾ നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്, വീഡിയോയിൽ ഇടാൻ പറ്റാത്ത കഥകളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ ഇടത്തില്ല. അപ്പം പിന്നെ കാർത്തികണ്ണ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ നേരെ കൊളുക്കുമലയിലേക്ക് പോകട്ടോ. ചെറിയ കാടിനിടയിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു രീതിയിൽ ഒരു പാസേജ്. രണ്ട് സൈഡിലതേ കുറ്റിക്കാട് പോലെ. അതെ, നമ്മളതേ അങ്ങോട്ട് അടുത്ത് പോകട്ടോ. കൊളുക്കുമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പോ ഫുള്ള് കോട കേട്ടോ. കോടയെന്ന് വെച്ചാൽ അടിപൊളി കോട. ഓ നോക്കി, എൻ്റെ പൊന്നെ, കിഡിലൻ വ്യൂ എന്നല്ല, കിഡിലൻ ആംബിയൻസ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോകാനുണ്ടേ. കൊളുക്കുമലയിലേക്ക് എത്തും കേട്ടോ. കയറി പോവാണ്. നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് വണ്ടിയിൽ നിന്ന് എടുത്തില്ല, പക്ഷേ ജാക്കറ്റില്ലാതെ നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓ എൻ്റെ അമ്മോ, സ്പീച്ച്ലെസ് ആണ് കേട്ടോ. ഇതാണ് റോഡോഡെൻഡ്രോൺ പറയുന്നൊരു മരമാണ്. ഭയങ്കര പഴക്കമുള്ള മരമാണിത്. കണ്ട ചെറിയ മരം പോലെ തോന്നും, നമ്മുടെ മമ്മൂക്കായ പോലെ കണ്ട പ്രായം തോന്നത്തില്ല. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം ഇതിനകത്തുണ്ടാകുന്ന പൂവാണ് കേട്ടോ. റോഡോഡെൻഡ്രോൺ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ മുന്നോട്ട് കയറി പോവാം. ഈ കാഴ്ച കണ്ടു, എൻ്റെ പൊന്നോ, എന്തൊരു വ്യൂ അല്ലേ ഇത്. ഇതാണ് സൂര്യനെല്ലി ടീ ഗാർഡൻ, ടീ പ്ലാന്റേഷൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമായത്. അത് നമ്മുടെ കേരളത്തിലാണ്. കേട്ടിട്ട് നല്ല അഭിമാനം തോന്നുന്നുണ്ടല്ലേ? ഭയങ്കര പ്രൗഡ് തോന്നുന്നില്ലേ? പ്രൗഡ് മാത്രം തോന്നിയാൽ മതിയോ? ഇവിടേക്ക് വരണ്ടേ, ഇങ്ങോട്ടേക്ക് വരണ്ടേ, ഈ കാഴ്ചകളൊക്കെ കാണണ്ടേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് സംഭവം ഉണ്ടായിട്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ വന്ന് കണ്ടില്ലെങ്കിലുള്ളൊരു നോക്കിയേ, എൻ്റെ പൊന്നെ. ആ ലയങ്ങളുടെയൊക്കെ ഭംഗിയുണ്ടോ? കോട അങ്ങോട്ട് മൂടിക്കൊണ്ടിരിക്കും കേട്ടോ. മിക്കവാറും നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഈ സ്ഥലം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്കും കോടയാവും. ഇതാ കോട വന്നടിക്കുന്നുണ്ടോ മേളിൽ? അതിനപ്പുറത്താണ് നമ്മുടെ മീശപ്പുലിമല. ഇപ്പോൾ കാണാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാട്ടോ. പോവാട്ടോ എന്നൊക്കെ എട്ടോട്ടോ എന്ന് പറയരുതെന്ന് 2-3 ഫാമിലി മെമ്പേഴ്സ് എന്നോട് പറഞ്ഞു. പക്ഷെ അത് ശീലമായി പോയത്, വായിൽ നിന്ന് പോകുന്നില്ല. അതെ, അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഡോക്ടർ കപ്പിൾസ് ഇതോടെ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് വിഭ്രജിച്ച് നിൽക്കുക കേട്ടോ. ഞാൻ മുന്നോട്ട് പോവാണേ.
അഗാധമായ ഒക്കെയാണ്. പക്ഷെ ഫോഗടിച്ച് കിടക്കുന്ന കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. കാറ്റെന്ന് വെച്ചാൽ അസാധ്യ കാറ്റാ. നമ്മൾ എ സിയുടെ അടുത്തുകൊണ്ട് മുഖം വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അമ്മാതിരി ഫീലാ. ഈ സൈഡിലുള്ള കാഴ്ചകൾ അതുല്യം, അതിമനോഹരം. വൗ, ഈ കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ഒരു വൈബ് ഒന്നും പറയാനില്ല. നമ്മളീ പോകുന്ന കൊളുക്കുമലേ, ഈ കൊളുക്കുമലയിലെ സൺറൈസാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ സൺറൈസ്. കേരളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലെയും ഏറ്റവും മികച്ച, ഏറ്റവും കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ സൺറൈസ് കൊളുക്കുമലയിലെ സൺറൈസ് ആട്ടോ. ഓക്കെ, കോട അടിച്ചു കിടക്കുന്ന ഒന്നും കാണാൻ പറ്റുന്നില്ല. കോട അടിച്ചു കയറുന്നുണ്ടോ? നല്ല കാറ്റാ. ആ കാറ്റിലതേ കോടതെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുക. അടിച്ചു കയറി ബാ. നീ കാണുന്ന ഇത് കണ്ടോ, ഇതിനപ്പുറത്ത് ഭയങ്കര പീക്കാണ് കേട്ടോ. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള പീക്കാണ് ഇവിടെയൊക്കെ കാണുന്നത്. പക്ഷെ കോട കാരണം ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. തൽക്കാലം കോട മാറിക്കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുവരെ ഞാൻ നിങ്ങൾക്ക് ഈ സൂര്യനെല്ലിയുടെ ടീ ഗാർഡൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ പകർന്നു നൽകാം. അതേ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ പൊന്നോ, കണ്ടോ ആ ലയങ്ങളുടെ ഭംഗിയുണ്ടോ? എത്ര ലയങ്ങളാണ് അടുപ്പിച്ച്? 1 2 3 4 5 6 7 8 9 10 14 ലയങ്ങൾ, 14 1 15 ലയങ്ങൾ അടുപ്പിച്ചുണ്ട്. ലയങ്ങളുടെ കാഴ്ചകളൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അതിമനോഹരമായിരിക്കും. ലയങ്ങൾക്കുള്ളിലെ കാഴ്ചകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. സൂപ്പർബ്. ഇത് കാണുന്ന വഴികൾ കണ്ടോ? ഇത് ഈ തേയിലത്തോട്ടങ്ങളില്ലാത്ത ആ പാസേജിൽ കൂടെയാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ വന്ന ഡോക്ടർ കപ്പിൾസ് അവരോട് നിൽക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഓരോരോ കാഴ്ചകൾ കണ്ട്. അപ്പം ഞാനേ താഴോട്ടൊന്ന് ഇറങ്ങിച്ചില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ സ്ട്രക്ചറൊക്കെ നോക്കിയേ, എന്ത് മനോഹരമാണ് നോക്കിയേ. ഞാൻ എപ്പോഴും പറയാറില്ലേ മൂന്നാറിൻ്റെ ഭംഗിയെക്കുറിച്ച്. മൂന്നാർ എത്ര തവണ കണ്ടാലും മതി വരത്തില്ലെന്ന് പറഞ്ഞത്. മൂന്നാർ എത്ര ദിവസം കണ്ടാലും തീരാത്ത അത്രയും സ്ഥലങ്ങൾ മൂന്നാറുണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയുണ്ട്, ഓരോ കാഴ്ചകളുണ്ട്, ഓരോ ആംബിയൻസ് ഉണ്ട്, ഓരോ വൈബുണ്ട്. ഇത് കണ്ടോ, ഉയര വെള്ളത്തിൽ നിന്നേ ആവി പറക്കുന്ന പോലെ കണ്ടോ, കണ്ടോ? കൊളുക്കുമല എന്നുള്ള ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ ഉണ്ടോ? എൻ്റെ അമ്മോ, ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ്. ഇതിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓ, നിങ്ങൾ ഇച്ചിരി കുറച്ച് കാഴ്ചകൾ കാണും കേട്ടോ. അപ്പോൾ നമ്മളിനി കൊളുക്കുമലയിൽ തന്നെ താഴോട്ട് ഇറങ്ങി ഇവിടുത്തെ മറ്റൊരു ഫേവററ്റ് സ്പോട്ടായ സിംഗപ്പാളയിലേക്കാണ് പോകുന്നത് കേട്ടോ.
ചിലർ സിംഗപ്പാറ എന്ന് പറയും, പുലിപ്പാറ എന്ന് പറയും, ജാഗോർ റോക്ക് എന്ന് പറയും, ടൈഗർ റോക്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറയാൻ തോന്നുന്നത് അത് പറയാട്ടോ. ഒക്കെ ഇറങ്ങണം. തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിലേ ഇച്ചിരി പാടാം. അപ്പോൾ ഇന്ന് ആരുമില്ല ഇവിടെ. അതെ, ഇത് ഈ കാണുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ? പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ ആ സൂര്യനും കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ് കിഡിലം വ്യൂ. ഇപ്പോഴും വ്യൂവിന് കുറവൊന്നുമില്ല, അടിപൊളി വ്യൂ ആണ്. കണ്ടോ? ഇതാണ് ആ വേൾഡ് ഫേമസ് ആയ ആ ഫോട്ടോ പോയിൻ്റ് സിംഗപ്പാറ. കണ്ടോ? ഒരു സിംഹത്തെ പോലെയൊക്കെ തോന്നില്ലേ? അതാ കടുവ പോലെയാണ് എന്തോ. എന്തായാലും അതിൻ്റെ പേര് സിംഗപ്പാറ എന്നാണ് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത്. കപ്പസിറ്റി എനിക്ക് വേണ്ടിയിട്ട് ഒരു പോസ് തരും കേട്ടോ. ഞാൻ അവിടെ പോയി നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. സാരമല്ല, പക്ഷെ എന്നെക്കാളും നല്ല മോഡൽസ് വരും. അടിപൊളി വിഷയമല്ലേ? ഓക്കെ. അപ്പോൾ സിംഗപ്പാറയിൽ നിന്നും താഴോട്ട് പോകാനുള്ള സ്ഥലമുണ്ട്. സിംഗപ്പാറയിൽ നിന്നിറങ്ങി താഴോട്ട് ഇങ്ങനെ നടക്കോട്ടോ. സെയിം വൈബൊക്കെ തന്നെയാണ്, പക്ഷെ കുത്തിനെ ഇറക്കമാണ്. അഗാധമായ കൊക്കയാണ് താഴോട്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ഫോഗ് പറക്കുന്ന അതിമനോഹരമായ ദൃശ്യമാണ്. അത് കൂടാനിട്ടേ ആ പുല്ലുണ്ടോ, പടർപ്പിൽ കാറ്റടിക്കുമ്പോഴത്തേക്ക് അത് കിടന്ന് സ്ലോ മോഷനിൽ മൂവ് ചെയ്യുന്ന ആ കാഴ്ചകൾ വളരെ ഹൃദ്യവും മികവുറ്റതുമാകുന്നു. അടിപൊളിയല്ലേ? മൂന്നാമത്തെ തവണ ഞാനിവിടെ വരുന്നു. പക്ഷേ ഓരോ തവണ വരുമ്പോഴത്തേക്കും ആദ്യം വന്ന അതേ ഫ്രഷ്നെസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ സ്ഥലം മാത്രമല്ല, മൂന്നാറെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ക ഫീലിംഗ് ആണ്, പക്ക വൈബാണ്. കണ്ടോ? ഞാൻ നേരത്തെ ഒരു റോഡോഡെൻഡ്രോൺ മരത്തെ അതിൻ്റെ പൂക്കളെയും കുറിച്ച് പറഞ്ഞില്ലേ? അതെ, അതിനകത്ത് പൂക്കൾ പിടിച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് ആ പൂവ്. കിടിലം വൈബാണ്. നേപ്പാളിലൊക്കെ ഒരുപാട് കാണപ്പെടുന്നൊരു മരവും പൂവുമാണിത്. അപ്പോൾ അതേ കോട മൂടി 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 വരിക. സത്യത്തിൽ ഇവിടുത്തെ മനോഹരമായ കാഴ്ച കൊളുക്കുമല നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഇതുവരെ ദർശനം തന്നിട്ടില്ല. കണ്ടോ? ഫുൾ കോടയാണ്. ഇന്നിനി കോട മാറിയിട്ട് ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ കൊളുക്കുമല കാണാൻ വരുവാണെങ്കിൽ സൺറൈസ് കാണാൻ പറ്റത്തക്ക രീതിയിൽ ആ ടൈം കറക്റ്റ് ചെയ്ത് പറഞ്ഞേ. ഏതെങ്കിലും ക്യാമ്പിംഗ് എടുത്തോ. ഇവിടെയൊക്കെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകൾ അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം. ഇൻക്ലൂഡിങ് ഫുഡ്, ജീപ്പ് സഫാരി എല്ലാം ഉൾപ്പെടെ ഒരു 1800 രൂപ 2000 രൂപ അടുത്തൊക്കെ നമുക്ക് പാക്കേജ് ഉള്ളത് അവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മേലോട്ട് കയറുവാണേ.